അതായത് എൻ്റെ ഫേസ്ബുക്ക് ആരും ഹാക്ക് ചെയ്തു. കാരണം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് എൻ്റെ ഫേസ്ബുക്കിൽ വാട്സാപ്പിനകത്ത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലോഗോ വെച്ചിട്ട് ഒരു സംഭവം വന്നായിരുന്നു. അതായത് ഞാനിവിടെ കാണിക്കാതെ ഓക്കെ, ഞാനാണെങ്കിൽ അതിൽ കയറിയത് സംഭവത്തിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. എൻ്റെ ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാം, മനസ്സിലായില്ല. ചില ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ എന്താണ് അതിലൊരു മോണിറ്റൈസേഷൻ ആക്കുന്നല്ലോ, ചിലപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം, ഒക്കെ നമ്മുടെ ഹാക്ക് ചെയ്യാം. നമ്മുടെ FB ആപ്പിൽ കയറുക, ആപ്പിൽ കയറിയതിനു ശേഷം മെനു എടുക്കുക, മെനുവിൽ പോയതിനു ശേഷം സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി അതിലെടുക്കുക. എടുത്തതിനു ശേഷം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി, എന്നിട്ട് പാസ്വേഡ് ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ള പാസ്വേഡ് ഇടുക, മനസ്സിലായില്ലേ. ഫസ്റ്റ് പെട്ടെന്ന് തന്നെ മാക്സിമം 2 മിനിറ്റിനകത്ത് തന്നെ മാക്സിമം എന്താണ് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. ഓക്കെ, സെറ്റിംഗ്സിൽ കയറുക, സെറ്റിംഗ്സിൽ കയറിയ ശേഷം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അതിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് അവർ കണ്ടുപിടിച്ചിരുന്നാലും OTP ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ FB അക്കൗണ്ടിലോട്ട് കയറാൻ അവർക്ക് സാധിക്കത്തില്ല, മനസ്സിലായോ. ലോഗിൻ അലേർട്ട് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റാരെങ്കിലും മറ്റൊരു ഡിവൈസിൽ നിന്ന് നിങ്ങളുടെ ഫേസ്ബുക്കിലോട്ട് ഹാക്ക് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു SMS ആയിട്ട് നിങ്ങൾക്ക് വരും, മനസ്സിലായല്ലേ. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് എന്തെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി fb.com hacked എന്ന് പറയുന്ന FBയുടെ തന്നെ ഫേസ്ബുക്കിന്റെ തന്നെ വെബ്സൈറ്റ് ആണ്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കാം, മനസ്സിലായി. അപ്പം ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്ന അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാ ആൾക്കാരിലും മാക്സിമം എത്തിച്ചു കൊടുക്കാൻ നോക്കുക. പല ആൾക്കാരുടെയും ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും നോക്കും, നിങ്ങളതിൽ വീഴാതിരിക്കുക.